എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് സെയിൻ്റെ മാമോദീസയാണ് ഇന്ന്. അതായത് എൻ്റെ ചേട്ടായിയുടെ കൊച്ചിൻ്റെ. അപ്പം അവൻ്റെ മാമോദീസയാണ് ഇന്ന് നമ്മുടെ അരവഞ്ചാൽ പള്ളിയിൽ വെച്ച് മാമോദീസയാണ്. ഞാനിപ്പോൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കൊച്ചിനെ ഡ്രസ്സ് ഇടിപ്പിക്കുന്നതും പിന്നെ അവനെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം ഉണ്ട്, ചെറിയൊരു ഓഡിറ്റോറിയം. അവിടെ വെച്ചാണ് ഫംഗ്ഷൻ നടത്തുന്നത്. പിന്നെ അവിടെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഇവനെ മാമോദിസ മുക്കുമ്പോൾ ഉള്ള പ്രാർത്ഥനയും പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുണ്ടാവുക. അപ്പം നമുക്ക് എല്ലാം കാണാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം. സമാധാനം നിങ്ങളോട് കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് അവനോട് ചോദിച്ചു, പ്രായമായ ഒരു മനുഷ്യന് എങ്ങനെ ജനിക്കാൻ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും എനിക്ക് ഉറപ്പുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ അങ്കണത്തിലായിരിക്കുന്നത്, ദേവാലയത്തിന്റെ അങ്കണത്തിലായിരിക്കുന്നത്. നമ്മുടെ പൂക്കുളത്തേൽ കുടുംബത്തിൽ നിന്ന് ഒരു അതിഥി കൂടി തിരുസഭയുടെ മകനായിട്ട് ഇന്ന് ജന്മമെടുക്കുകയാണ്. ഇന്നേ ദിവസം എന്ത് പറയണമെന്ന് ഞാനിങ്ങനെ രാവിലെ കൊടിയേര് കുരുമുളക് പറിക്കുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും മാമോദിസയെ കുറിച്ച് തന്നെ, അതായത് മാമോദിസയുടെ ഡീറ്റെയിൽസ് ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാമെന്നാണ് ഞാൻ ഈ സുവിശേഷ സന്ദേശത്തിൽ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ദേവാലയത്തിന്റെ ആനുവാദത്തിൽ നിന്നാണ് നമ്മൾ കുട്ടിയെ ആദ്യത്തെ ലേപനം ചെയ്ത് ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ദേവാലയ അങ്കണത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് ചോദിച്ചാൽ അത് ഇപ്രകാരമാണ്: സഭയുടെ കൂട്ടായ്മയിലുള്ള തുടർച്ചയെ കാണിക്കുവാനും അതുപോലെ തന്നെ ഏക മാമോദിസയാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്, ആ കണ്ടിന്യൂറ്റി പറയാൻ വേണ്ടിയാണ്, കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ദേവാലയത്തിന്റെ അങ്കണത്തിൽ വെച്ച് ആദ്യത്തെ ലേപനം നടത്തി കുട്ടിയെ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. സ്വീകരിക്കുകയും മാമോദിസ നൽകുവാൻ സ്ത്രീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ പുദാശ യഥാവിധി പറയുന്നത് ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും നമ്മുടെ കർത്താവ് ഈശ്വരശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പൗത്രീകരിക്കപ്പെട്ട ഈ തൈലം കൊണ്ട് അഭിഷിക്തരാകുന്ന അങ്ങയുടെ ദാസരെ ഈശോയുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാകുവാനും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, ജോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവരും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവരുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാമോദീസായുടെ പാപങ്ങളിൽ നൽകിയ ആത്മീയ ജന്മം നൽകുവാൻ ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോടെ കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സെയിന്റ് ഫ്രാൻസിസ് ജിതിൻ വിശുദ്ധ തൈലം കൊണ്ട് ദേവനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സെയിന്റ് ഫ്രാൻസിസ് ജിതിൻ മാമോദീസ മുക്കപ്പെടുന്നു. ആമേൻ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. ആമേൻ. മാമോദീസായുടെ ദൈവമകനായി തീർന്ന പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസന് വേണ്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സിഗിയോൻ ശാലയിൽ പ്രാർത്ഥന നിരതരായിരുന്ന ശിഷ്യരില്ലെന്ന പോലെ ഈ ദാസന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഈ മകനെ ശക്തനാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൈസ്തവ വിശ്വാസത്തിൽ ഈ മകനെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അരുവിയാൽ പൂരിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവകാശം ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. ആബാപിതാവേ എന്നങ്ങെ വിളിക്കുവാൻ പുത്രസ്വീകരണത്തിന്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കയ്യിൽ ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനെ നിറഞ്ഞ് സുവിശേഷത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളി സഭയുടെ വിശ്വസ്തദാസനുമായി ജീവിക്കുവാൻ ഈ മകനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഈ മകനിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസനിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിച്ച സെയിന്റ് ഫ്രാൻസിസ് ജിതിൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും തിരികപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരപൂർണ്ണതയും ഈ ദാസൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസനെ സംരക്ഷിക്കട്ടെ. വിശുകായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിക്കുവാൻ ഈ ദാസനിടയാവുകയും ചെയ്യട്ടെ. ആമേൻ. ആത്മീയാനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി
സെയിന്റ് ഫ്രാൻസിസ് ജിതിൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ആമേൻ. നമ്മുടെ ഫാമിലി തന്നെയുള്ള 3 വൈദികരുടെ പ്രസൻസ് കൊണ്ട് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ. അവർ 3 പേരെയും ഏറെ സ്നേഹത്തോടെ സെയിന് വേണ്ടി പ്രാർത്ഥിക്കാനായി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഐ വെൽക്കം ഫാദർ ജോമൻ കാണ്ടാവളത്തിൽ, ഫാദർ അരുൺ പൂക്കുളത്തിൽ ആൻഡ് ഫാദർ അമൽ പൂക്കുളത്തിൽ. പ്ലീസ് കം. Please give a big round of applause. Any godparents? നമ്മളങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. നമ്മളിപ്പം കിച്ചുവിനെ കിട്ടിയ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ തുറന്ന് നോക്കുവാണ്. വേറെ പണിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന് തന്നെ അങ്ങ് പൊട്ടിച്ചെല്ലാം നോക്കാമെന്ന് വെച്ച്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ മാമോദിസ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പോൾ ഗിഫ്റ്റ് എല്ലാം ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് എല്ലാം കഴിഞ്ഞ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.